ഹരേ കൃഷ്ണ. മിനിഞ്ഞാന്ന് നവരാത്രിക്ക് തുടങ്ങുന്ന ദിവസം ഗുരുവായൂർ പോയിട്ടുള്ള ഒരു അനുഭവം പറയാം. പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് തന്നെയായിരുന്നു. കാരണം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലരുമായി ഒരുമിച്ച് ഗുരുവായൂർ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. പക്ഷേ അവസാന ദിവസം അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യും കാലും പിടിച്ച് ഒരുപാട് നിർബന്ധിച്ച് ഗുരുവായൂർ കൊണ്ടുപോയി. റൂം എടുത്ത് ഒരു ദിവസം ഭജനം ഇരിക്കണമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് പോയത്. പോയ ദിവസം അമിയൂര് പോയി തിരിച്ചു ഗുരുവായൂർ വന്ന് കൊടിമരച്ചോട്ടിൽ നിന്ന് ഭഗവാനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്തു. അന്ന് രാത്രി തന്നെ നിർമ്മാല്യത്തിനുള്ള ക്യൂവിൽ കയറി നിന്നു. ഈ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചാണ് ഞാൻ അങ്ങനെ ക്യൂവിൽ നിന്നത്. നിർബന്ധിച്ച് കൂടെ കൂട്ടിയ ഹസ്ബൻഡ് കൂടെ വന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു ആലപ്പുഴയുള്ള ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ സമയത്ത് അവിടെ കൃഷ്ണനാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കൃഷ്ണനാട്ടം കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി നാളെ ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു സാധാരണ തൃപ്പുക കഴിഞ്ഞാൽ കൃഷ്ണനാട്ടം ഉണ്ടാവാറുണ്ടല്ലോ, പക്ഷെ ചൊവ്വാഴ്ച ഉണ്ടാവില്ലെന്ന് ആ കുട്ടി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അവൾ പറഞ്ഞു വേഗം പോയി കണ്ടോളൂ, സെക്യൂരിറ്റിക്കാർ വന്നാൽ ഞാൻ പറഞ്ഞോളാം എന്ന്. അവളോട് നന്ദി പറഞ്ഞു. ഞാൻ വേഗം പോയി കുറച്ചു സമയം കൃഷ്ണനാട്ടം കണ്ടു. ആ കുട്ടിയോട് വീണ്ടും നന്ദി പറഞ്ഞു. ഞാൻ ഭഗവാന് കൊടുക്കാനുള്ള തുളസിമാല വാങ്ങാൻ പൈസയും വാങ്ങിപ്പോയി. തുളസിമാല മാത്രമേ വാങ്ങണമെന്ന് വിചാരിച്ചുള്ളൂ കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ കടക്കാരൻ മഞ്ഞപ്പട്ടും താമരമുട്ടും കദളിപ്പഴവും തൃക്കൈവെണ്ണയും ഒക്കെ തന്നു. ഞാൻ പറഞ്ഞു ഇതിനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല എന്ന്. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു പിന്നെ തന്നാൽ മതി എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നിർമ്മാല്യമൊക്കെ കഴിഞ്ഞ് വൈകിയാണ് പുറത്തിറങ്ങുക എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു പൈസ പിന്നെ തന്നാൽ മതി. എനിക്ക് അതിശയമായി. എന്നെ ഒരിക്കൽ പോലും അറിയാത്ത ഒരാൾ എനിക്ക് ഇത്രയും സാധനങ്ങൾ വെറുതെ തരാൻ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് എനിക്കിതൊക്കെ തരുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ഭക്തരല്ലേ, പൈസ നിങ്ങൾ എപ്പോഴെങ്കിലും തന്നാൽ മതി എന്ന്. എനിക്ക് അതിശയമായി. ഞാൻ ഏറെ വിശ്വസിച്ച് എൻ്റെ കൂട്ടുകാർ ഗുരുവായൂർ പോകാൻ എൻ്റെ കൂടെ വന്നില്ല. എന്നെ ഒരു പരിചയവും ഇല്ലാത്ത കടക്കാരനും കൂടെയുള്ള ചെറുപ്പക്കാരനും എനിക്ക് ഇതൊക്കെ തന്നു. പൈസ പിന്നീട് തന്നാൽ മതി, പോയി തൊഴുതോളൂ എന്ന്. ഞാൻ മനസ്സിൽ ഭഗവാനോട് നന്ദി പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുരുവായൂർ വന്നിട്ട് നിർമ്മാല്യം കണ്ടു തൊഴാൻ പറ്റിയിട്ടോ. എപ്പോഴും ക്യൂവിൽ നിൽക്കുമെങ്കിലും നിർമ്മാല്യം ഒരിക്കലും കാണാൻ പറ്റിയില്ല. കാരണം രാത്രി വന്ന് ഇതുപോലെ ക്യൂ നിൽക്കണമെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ തലേ ദിവസത്തെ അമരപ്രഭുവായിരുന്ന ഭഗവാനെ ശ്രീകോവിലിൻ്റെ തൊട്ടുമുന്നിലൂടെ വന്ന് കണ്ട് ഭഗവാനെ മേൽശാന്തി ഭഗവാന്റെ തലേന്നത്തെ അലങ്കാരങ്ങളൊക്കെ അഴിക്കുകയായിരുന്നു. ഞാൻ എഴുതിയ നാമപുസ്തകവും ഭഗവാൻ കൊണ്ടുവന്ന തുളസിമാലയും ഒക്കെ നമസ്കാര മണ്ഡപത്തിലെ മഞ്ഞപ്പട്ടിൽ വെച്ചു. താമരക്കണ്ണനെയും കണ്ടു. ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥം ഓവിലൂടെ വരുന്നത് കയ്യിലെടുത്ത് മേലാകെ കുടഞ്ഞു. കുറച്ച് കുടിച്ചു. അങ്ങനെ ഞാനും ഹസ്ബൻഡും പുറത്തിറങ്ങി. 21 പ്രദക്ഷിണം ചെയ്തു. ഇതും ത്രിമധുരം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിവാണ് കേട്ടോ. ശ്രീ ഒരു ദിവസം ഈ ടാസ്ക് തന്നിരുന്നല്ലോ. അങ്ങനെ ആദ്യമായിട്ട് അതും ചെയ്തു. കുറേ സമയം ജപമാല ജപിച്ചു. ഹരിനാമ കീർത്തനം കൊണ്ടുവന്ന നാമപുസ്തകങ്ങളൊക്കെ വായിച്ചു. അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറുവിരലിൻ്റെ വലിപ്പമുള്ള ഒരു കുഞ്ഞ് ഇഴജീവി പുറത്ത് കുറൂരമ്മയുടെയൊക്കെ വിഗ്രഹം തൂണിൽ വെച്ചിട്ടുണ്ടല്ലോ, അവിടെയായിരുന്നു ഞാൻ ഇരുന്നത്. എൻ്റെ അരികത്തുള്ള സഹോദരിമാരൊക്കെ ഇത് കണ്ട് ഓടി. ഞാൻ ചെറുതായിട്ട് കൈകൊണ്ട് തറയിലൊന്നടിച്ചു. അപ്പോൾ ആ ജീവി അവിടെയുള്ള ഒരു പൈപ്പിൻ്റെ ചുവട്ടിലെ അടിയിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ അവിടെ ഇരുന്നില്ല. നേരെ ചന്ദനം കൊടുക്കുന്ന അവിടെ പോയിരുന്നു. നാമം ചൊല്ലാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ പ്രഭാത ശിവേലി വന്നു. അവരുടെ കൂടെ ഭജനം പാടി. അപ്പോഴേക്കും എനിക്ക് കുറച്ച് ക്ഷീണമായി. കാരണം 2 ദിവസമായി ഞാൻ തീരെ ഉറങ്ങിയിട്ട് നല്ല നടുവിന് പെയിന്, ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. എന്നിട്ട് കുറച്ചു സമയം കൂടെ ഞാൻ പിടിച്ചു നിന്നു. തീരെ വയ്യ എന്ന് തോന്നിയപ്പോൾ റൂമിലേക്ക് പോയി. എനിക്ക് ആകെ സങ്കടമായിട്ടോ, ഭജനം പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പിന്നെ വിചാരിച്ചു ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും, അതല്ലേ നടക്കൂ. അന്നത്തെ ഉച്ചപൂജാലങ്കാരം ഞാൻ ആരാധിക്കുന്ന നാരായണ രൂപമായിരുന്നു. തലേന്ന് ഞാൻ കൊടിമരച്ചൂട്ടിൽ നിന്നും പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാനെ എനിക്ക് അർഹതയുണ്ടെങ്കിൽ നാരായണ രൂപം നാളത്തെ അലങ്കാരം വരണമെന്ന്, എനിക്കത് കാണിച്ചു തരണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ച രൂപത്തിൽ തന്നെ ഭഗവാൻ വന്നു. പക്ഷേ എനിക്കത് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അപ്പോഴേക്കും എനിക്ക് വേദന വന്നതുകൊണ്ട് ഹസ്ബൻഡ് വേഗം റൂം വെക്കേറ്റ് ചെയ്ത് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. ഭഗവാനെ ആ രൂപത്തിൽ കാണാൻ എനിക്ക് ഇനിയും സമയം വേണമായിരിക്കും. അതായിരിക്കും ഭഗവാന്റെ ഇച്ഛ. കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാന്റെ രാവിലത്തെ ബാലകൃഷ്ണ രൂപം തൊഴുത് ഞാൻ മടങ്ങി. കുറേ നീണ്ടുപോയോ എന്നറിയില്ല. ശ്രീ സമയം പോലെ വായിക്കൂ. ഭഗവാൻ എനിക്ക് തന്ന ആ കടക്കാരൻ്റെ രൂപത്തിൽ തന്ന സാധനങ്ങളും ക്യൂവിൽ നിന്നും കൃഷ്ണനാട്ടമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കാണാൻ സഹായിച്ച ആ സഹോദരിയോട് ഞാൻ ഭഗവാന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പിന്നെ വേറൊരു അതിശയം കൂടി ഉണ്ടായി കേട്ടോ. വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് ഭഗവാന്റെ പാൽപ്പായസം ഇഷ്ടംപോലെ കിട്ടി. പായസം കൊതിച്ചിയായ എനിക്ക് ഭഗവാൻ ഇഷ്ടംപോലെ പായസം 2 പാത്രം നിറച്ചും പായസം തന്നു, ഫ്രീ ആയിട്ട്. എല്ലാത്തിനും ആ പൊന്നു ഗുരുവായൂരപ്പന് തൃപ്പാദങ്ങളിൽ കണ്ണീരിൽ കുതിർന്ന പ്രണാമം അർപ്പിക്കുകയാണ്.
എന്തൊരു സുഖം ഉണ്ടായിരുന്നില്ലേ? ഗുരുവായൂരിൽ ഇങ്ങനെ സഞ്ചരിച്ച മാതിരി ഒരു പ്രതീതി. നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരിലെത്തുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് ഈ വരികളിലൂടെ നമ്മളിലേക്ക് എത്തിയതില്ലേ? എന്തായാലും ത്രിമധുരം ഗ്രൂപ്പിൽ നിന്ന് ഒരു അനുഭവം വന്നപ്പോൾ സന്തോഷമായി. എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരാം. എല്ലാവർക്കും വരുന്ന 7 പേർക്ക് ഓരോ മാസവും കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.